അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ? കൊണ്ട് കോടതിയിലേക്ക് പോകാനോ മനസാക്ഷി വെച്ചു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മനസാക്ഷി എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഈ ജഡ്ജിമാര് വിധി പറയുന്നത്. അതെ, അയാൾക്ക് തന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ? നിയമം എന്ന് പറയുന്നത് ബോച്ചയെ പോലെ കുറ്റം ചെയ്യുന്ന സാധാരണ ആളുകൾക്കും ഒരുപോലെയാണ്. അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. ഇതുപോലെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട അവരുടെ അവസ്ഥയെ ഒന്നും നോക്കി കാണാതെയാണ്. എന്നാൽ കാര്യം ചെയ്യാം, ഞാൻ 100-500 പേരെ വെച്ച് സ്ത്രീകൾക്ക് എവിടെയൊക്കെ അനീതി വരുന്നുണ്ടോ അവിടെ പോയി കാത്തു നിൽക്കാം. മര്യാദയ്ക്ക് സംസാരിക്കണം. മര്യാദയ്ക്ക് സംസാരിക്കാനാണോ ഞാൻ ഇവിടെ വന്നത്? എതിർഭാഗത്തിന്റെ നീതിയോ അനീതിയോ, ഇരയുടെ മനസാക്ഷിയോ, ഇരയുടെ സാഹചര്യങ്ങളോ പ്രതിഭാഗം അഭിഭാഷകൻ നോക്കാൻ പാടില്ല. ഇല്ലെങ്കിൽ തല വെട്ടിക്കളയോ? ഒന്ന് പോണം. അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് അയാളുടെ കക്ഷിയോട് ചെയ്യുന്ന ക്രൂരതയായിരിക്കും. You have no right to peep into my privacy. Mind it. ആരെങ്കിലും ഈ കുറ്റം ചെയ്താൽ അവർ വക്കീലിനെ ഒന്നും വെക്കാതെ എനിക്ക് തൂക്കുകയർ തരൂ, എനിക്ക് 5 കിലോ തൂക്കുകയർ തരൂ എന്ന് പറയണമെന്നാണോ? അല്ല, ആള് വളരെ മര്യാദക്കാരനാണെന്ന് കണ്ടാൽ അല്ലേ? പിന്നെ എന്താ അല്ല എന്ന് പറയുന്നു നിങ്ങൾ? ആ മോളിലിരിക്കുന്ന ദൈവം തമ്പുരാനെ ബോധ്യപ്പെടണം കുറ്റവാളിയാണെന്ന്, അപ്പോഴേ പ്രതിയാകുന്നുള്ളൂ. കുറച്ചുള്ള എന്റെ ചെവിയിൽ ഒഴുക്കി, എന്റെ ചെവിയും ദൈവം തമ്മിൽ താഴെ ഇറങ്ങി വന്ന് പറയത്തൊന്നുമില്ലല്ലോ. ഈ പറഞ്ഞതിന് ഏറ്റവും പ്രമാദമായ കേസാണ് വന്ദനാദാസ് കൊലക്കേസ്. പ്രതിയാണ് കുത്തിയത്, യെസ് സാർ പ്രതിയാണ് കുത്തിയത്. സന്ദീപാണ് കുത്തിയത്, യെസ് സാർ സന്ദീപാണ് കുത്തിയത് എന്ന് പറഞ്ഞ് സന്ദീപിന് ഞാൻ മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നാണോ? നമ്മളോട് തെറ്റിയതവരോടും തിരിച്ചും മാന്യമായിട്ട് പെരുമാറണം. അതാണ് ക്യാരക്ടർ. ആ മനസാക്ഷി അഡ്വക്കേറ്റ് ബി.ആർ ഉണ്ടാകില്ല. ഗ്രീഷ്മയ്ക്ക് വേണ്ടി അവസാന നിമിഷം സാറ് വരും എന്നാണ്, അങ്ങനെ എന്തെങ്കിലും സാഹചര്യമുണ്ടോ? ൊരു തിളക്കം വെച്ചപ്പോ കിടച്ച സൗഭാഗ്യം, ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം.